കാട്ടാനപ്പേടിയിൽ വയനാട് വാഗേരി നിവാസികൾ കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടത് 2 പേരാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്താത്തതും ഫെൻസിംഗിന്റെ അഭാവവുമാണ് ജനവാസ മേഖലയിൽ സ്ഥിരമായി കാട്ടാന ഇറങ്ങാൻ കാരണമെന്നാണ് ആക്ഷേപം. ഒറ്റ ദിവസം വാഗേരിയിൽ കാട്ടാന ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് 2 പേരാണ്. പ്രദേശത്ത് സ്ഥിരമായി എത്തുന്ന കാട്ടാന ചൊവ്വാഴ്ച രാത്രി ബത്തേരിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന മുത്തിമല സ്വദേശി അഭിലാഷിനെയാണ് ആദ്യം ആക്രമിച്ചത്. മരങ്ങൾക്കിടയിൽ മറഞ്ഞിരുന്ന കാട്ടാനയെ അഭിലാഷ് കണ്ടില്ല. ആന പാഞ്ഞെടുക്കുന്നത് കണ്ട് ആദ്യം പതറിയെങ്കിലും പിന്നീട് തിരിഞ്ഞോടി. ഓട്ടത്തിനിടെ വീണ അഭിലാഷിനെ ആക്രമിക്കാൻ ആന ശ്രമിച്ചെങ്കിലും ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. 2 പ്രാവശ്യം ആന കുത്തി. 2 പ്രാവശ്യം എന്തായാലും മേത്ത് കിട്ടിയില്ല. ഞാൻ ചാടിപ്പോയി. കത്തിന്റെ താഴെ ജസ്റ്റ് മിസ്സാ. ശരിക്കും മരണം മുമ്പിൽ കണ്ടു. മരിക്കുന്നുള്ളത്. വീട്ടുമുറ്റത്ത് അയൽക്കാരുമായി സംസാരിച്ചിരിക്കെയാണ് ബിനുവിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തത്. ജനാലയ്ക്കിടയിലൂടെ ആന വരുന്നത് കണ്ട ഭാര്യ ഒച്ചവെച്ചതോടെ ബിനു ഓടി രക്ഷപ്പെട്ടു. പക്ഷേ കുടുംബത്തിന്റെ ഏക ആശ്രയമായ ഓട്ടോറിക്ഷ ആന ആക്രമിച്ചു. ഈ മുറ്റത്ത് തന്നെ നിൽക്കുമായിരുന്നു. മുറ്റത്ത് നിന്നിട്ട് ആ വീട്ടിലെ ചേട്ടനോട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് തൊട്ട് പുറകെ വേറെ ആനയും കൂടി വന്നു. അത് പുള്ളി കാണുന്നില്ല. പുള്ളി ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാം. ഞങ്ങൾ ഈ ജനല് ഓപ്പൺ ആയിരുന്നു. അവിടെ നിന്ന് ആന വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയോ ജസ്റ്റ് പുള്ളി ഓടി രക്ഷപ്പെട്ടു. ആന നേരെ ഓടി കയറി വന്ന് നേരെ വണ്ടീനെ ആക്രമിക്കുകയായിരുന്നു അന്ന്. അടുത്തിടെ 3 പേരാണ് പ്രദേശത്ത് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കാട്ടാന പ്രശ്നത്തിന് പരിഹാരം കാണാൻ മൂടക്കൊല്ലി ആനക്കുഴി മുതൽ കൂടല്ലൂർ വരെ ആനമതിൽ നിർമ്മിക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിനും നടപടിയുണ്ടായിട്ടില്ല. 2-3 വർഷം കൊണ്ട് ഈ ഒരു വാർഡിൽ തന്നെ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഒരുത്തനെ ആന കുത്തിക്കൊന്നത്. അതുപോലെ തന്നെ 2 കിലോമീറ്റർ അപ്പുറത്ത് ഗോപി എന്ന് പറയുന്ന മാരമല കോളനിയിൽ ഒരുത്തനെ ആന കൊന്നു. ഇതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഇത് കൂട്ടാതെ ഇനിയും ഈ നാട്ടിൽ ഈ പറയുന്ന ഇനിയും ഭീഷണി കൊണ്ട് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ 7 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഈ നാട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. സ്കൂൾ മക്കളായാലും നേരത്തെ വീട്ടിലെത്തില്ലെങ്കിൽ കാരണവന്മാർക്ക് ആദി അങ്ങനെ വെച്ചിട്ട് ഒരു 3 കിലോമീറ്റർ ഇവിടെ ഈ ഫോറസ്റ്റിന്റെ മതിലും റെയിൽ ഫെൻസിംഗായിട്ട് ഫെൻസിംഗ് ആരംഭിച്ചിട്ടുണ്ടെന്നും മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കുമെന്നുമാണ് വനം വകുപ്പ് പറയുന്നത്. എന്നാൽ വിസ്തൃതിയില്ലാത്ത റോഡും വെളിച്ചമില്ലായ്മയും അടക്കം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം കൂടി പരിഹരിച്ചു തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, വയനാട്.